ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തികയുടെ ഫോണിലേക്ക് വിളിച്ച അജയൻ എന്തായാലും ചേച്ചി ആലോചിച്ച് എനിക്ക് 10 ലക്ഷം രൂപ തരുന്ന കാര്യത്തിൽ തീരുമാനമാകുമ്പോഴേക്കും ഞാൻ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാം എന്ന് അജയൻ അറിയിച്ചു. അത് കേട്ടതോടെ എന്തായാലും ഞാൻ ചോദിച്ചത് എനിക്ക് തരാതിരിക്കാൻ പോകുന്നില്ലല്ലോ, ചേച്ചിക്ക് അത് തരേണ്ടി വരുമല്ലോ, എന്നാലല്ലേ ചേച്ചിക്ക് ഈ ഒരു കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ 10 ലക്ഷം രൂപ എവിടെ എത്തിക്കണം എന്നുള്ള കാര്യം ഞാൻ ചേച്ചിയെ 5 മിനിറ്റ് കഴിയുമ്പോൾ വിളിക്കുമ്പോൾ പറയാമെന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ അവന്തിക്ക് ചോദിച്ചു, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചു. ഭീഷണിപ്പെടുത്താനോ? എന്റെ ഭാര്യയുടെ ചേച്ചിയെ ഞാൻ എന്തിനെ ഭീഷണിപ്പെടുത്തണം? അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാ ശരി ചേച്ചി എന്ന് പറഞ്ഞ് വേഗം അജയൻ ഫോൺ വയ്ക്കുന്നു. അജയൻ ഫോൺ വെച്ചതിന് ശേഷം അവന്തിക കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. എന്ത് ചെയ്യണമെന്നുള്ള അവന്തികയുടെ ആലോചന അപ്പുറത്ത് മാറി നിന്ന് അർച്ചന കാണാനിടയായി. ഉടനെ തന്നെ അല്പനേരം ആലോചിച്ചതിന് ശേഷം അവന്തിക ഉടനെ മറ്റൊരാളുടെ ഫോണിലേക്ക് വിളിച്ചു. അയാൾ ഫോൺ എടുത്തിട്ടും, ഹലോ മാർട്ടിൻ, ഞാനാ. അല്പം കഴിയുമ്പോ ഞാൻ പറയുന്ന ഒരു അഡ്രസ്സിലേക്ക് നീ പോകണം. അവിടെ ഒരാളെ നീ പൊക്കേണ്ടതായിട്ടുണ്ട്. അവന്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ കിട്ടും. ആ 10 ലക്ഷം രൂപ പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം അവനെ വല്ല പൊട്ടക്കിണറ്റിലോ കായലിലോ താത്തിയേക്ക് എന്ന് അവന്തിക മാർട്ടിനോട് അറിയിച്ചു. മാർട്ടിനെ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തതിന് ശേഷം അവന്തിക ഇത്രയും ദിവസം തന്നെ ഭീഷണിപ്പെടുത്തിയ ഇനി തനിക്കൊരു ഭീഷണിയായി മാറാവുന്ന അജയന്റെ കാര്യത്തിലൊരു തീരുമാനമായതിന്റെ സന്തോഷത്തിൽ വേഗം തന്റെ മൊബൈൽ ഫോൺ ആ സെറ്റിയിൽ വെച്ചിട്ട് അവന്തിക പുറത്തേക്ക് പോയി. അപ്പോഴേക്കും അർച്ചന വേഗം ആ ഫോൺ അരികിലേക്ക് വരുമ്പോഴാണ് അജയൻ ആ ഫോണിലേക്ക് വിളിക്കുന്നത്. ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടതോടെ അർച്ചന വേഗം ആ ഫോൺ കയ്യിലെടുത്തു. അവന്തിക വരുന്നുണ്ടോ എന്നൊന്ന് നോക്കിയതിനു ശേഷം ഉടനെ തന്നെ ആ ഫോണുമായി നേരെ കിച്ചണിലേക്ക് പോകുന്നു. അവിടെ വന്നതിന് ശേഷം അർച്ചന വേഗം കോള് അറ്റൻഡ് ചെയ്തു. അപ്പോഴേക്കും അജയൻ കോൾ എടുത്തെന്ന് മനസ്സിലായതോടെ അജയൻ പറഞ്ഞു, ഹലോ ചേച്ചി, ഞാനേ എവിടെയാ വരേണ്ടതെന്ന് പറയാട്ടോ. പണവുമായിട്ട് വരേണ്ടത് ദാ ആ സിവിൽ സ്റ്റേഷന്റെ പിന്നിലായിട്ടുള്ള ഒരു ഒഴിഞ്ഞ തറവാടുണ്ടല്ലോ, അവിടേക്ക് വേണം വരാൻ. ഞാൻ അവിടെ ഉണ്ടാകും. ചേച്ചി പേടിക്കൊന്നും വേണ്ട. ചേച്ചി ഇങ്ങോട്ട് വരുമ്പോ ആരും ചേച്ചിയെ കാണരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. പണം തന്നിട്ട് ചേച്ചിക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് അജയൻ അവന്തികയോട് അറിയിച്ചു. മറുപടി ഒന്നും പറയാതെ അർച്ചന ഒന്നും മിണ്ടാതെ കൃത്യമായി അജയന്റെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ അജയൻ പറഞ്ഞു, എന്നാ ശരി ചേച്ചി, ഞാനിവിടെ കാത്തിരിക്കാവേ എന്ന് പറഞ്ഞ് അജയൻ ഫോൺ വെച്ചതിന് ശേഷം വലിയ സന്തോഷത്തോടെ അങ്ങനെ നിന്നു. ഈ സമയത്ത് ഫോൺ കട്ടായി കഴിഞ്ഞപ്പോ അർച്ചന കുറച്ചു നേരത്തേക്കൊന്ന് ആലോചിച്ചു. ഫോൺ അവന്തികയുടെ ഫോൺ അവന്തിക അറിയാതെ എടുത്തത് കൊണ്ട് പഴയതുപോലെ തന്നെ ആ സെറ്റിയിൽ തിരിച്ച് ആ ഫോൺ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അർച്ചന വേഗം അവിടെ നിന്ന് മാറി. പിന്നീട് വേഗം കിച്ചണിലേക്ക് മടങ്ങിയെത്തി അർച്ചന തന്റെ ഫോൺ എടുത്ത് മറ്റൊരു കോള് വിളിച്ചു. കോള് വിളിച്ചതിന് ശേഷം എഴുന്നിപ്പോ എവിടെയാ എന്ന് മാത്രം അർച്ചന ചോദിച്ചു. അതിനുശേഷം അർച്ചന ഫോണിൽ സംസാരിച്ച് കഴിയുമ്പോഴേക്കും അർച്ചന അവന്തികയുടെ ഫോണിലേക്ക് വിളിച്ച് അജയൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് സച്ചിയുമായി അർച്ചന വന്നെത്തുന്നു. സച്ചി അർച്ചനയോട് ചോദിച്ചു, അർച്ചന ഇത് തന്നെയാണോ തന്റെ ആ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞ്, തന്റെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞ സ്ഥലം ഇത് തന്നെയാണല്ലോ അല്ലെ എന്ന് ചോദിച്ചിട്ടും അതെ അതെ സച്ചിയേട്ടാ, ഇത് തന്നെയാ എന്ന് ഉറപ്പു പറഞ്ഞു. എന്നാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് സച്ചി അർച്ചനയും കൂട്ടി വേഗം ആ കെട്ടിടത്തിലേക്ക് കയറി. അതിനുള്ളിൽ അജയൻ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ അർച്ചനയും സച്ചിയും കൂടി രണ്ട് ദിശയിലായി അവർ അജയനെ അന്വേഷിച്ച് അകത്തേക്ക് കയറി. അർച്ചന അകത്തേക്ക് നീ ഓരോ റൂമിലേക്കും കയറി പോകുന്ന സമയത്ത് അജയനെ അവിടെ എങ്ങും കാണാതായതിന്റെ നിരാശയിൽ സച്ചി മറ്റൊരു റൂമിന്റെ അരികിലേക്ക് എത്തി. അപ്പോഴേക്കും അകത്ത് നിന്ന് സച്ചിയേട്ടാ എന്നുള്ള ഉറക്കെ ഉള്ള നിലവിളി, അർച്ചനയുടെ ആ നിലവിളി കേട്ടതും സച്ചി ആകെ ടെൻഷനോടെ അവിടേക്ക് വന്നു. അപ്പോഴാണ് അർച്ചനയുടെ കഴുത്തിന് നേരെ കത്തി പിടിച്ചുകൊണ്ട് അജയൻ അർച്ചനയെ താൻ കൊല്ലുവെന്നുള്ള രീതിയിൽ സച്ചിയെ ഭയപ്പെടുത്താനായിട്ട് അജയൻ ആ കത്തി അർച്ചനയുടെ കഴുത്തിന് നേരെ പിടിച്ചങ്ങനെ നിന്നു. അപ്പോഴേക്കും സച്ചി വന്ന് മുന്നിൽ നിൽക്കുമ്പോ സച്ചി പറഞ്ഞു, അജയ വേണ്ട എന്ന് പറഞ്ഞതും അടുത്തു പോകരുത് മോനെ സച്ചി, നീ അരികിലേക്ക് വന്നാ ഇവളെ ജീവൻ ഞാൻ ഇങ്ങെടുക്കും. എന്റെ കത്തിക്ക് മുന്നിലേക്ക് ഓടിക്കയറി വന്ന ഇവളെ ഞാൻ അങ്ങ് വെറുതെ വിടണോ? പല സ്ഥലത്തും ഇവൾ പലരുടെയും രക്ഷകയായി വന്ന് അവതരിച്ചിട്ടുണ്ട്. എന്നാൽ അവസാനം അവൾ തന്നെ എന്റെ കത്തിൻ മുനയിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവളെ അങ്ങനെ വെറുതെ അങ്ങ് വിടില്ല എന്ന് അജയൻ പറയുമ്പോ സച്ചി പറഞ്ഞു, അജയ നമുക്ക് സംസാരിക്കാം, നീ അർച്ചനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞതും അജയൻ പറഞ്ഞു, ഒന്നും സംസാരിക്കാനില്ല, നീ പൊക്കോ മോനെ, ഇവളുടെ കാര്യം ഞാൻ ഏറ്റു. ഇവളെ കുറിച്ച് ഇനി നീ ചിന്തിക്കുകയോ ഓർമ്മിക്കുകയോ പോലും വേണ്ട എന്ന് പറഞ്ഞ് അജയൻ അർച്ചനയുടെ കഴുത്തിന് കത്തി ചേർത്ത് അങ്ങനെ പിടിച്ച്, ഇവളെ ഇപ്പൊ തന്നെ ഞാൻ അങ്ങ് അവസാനിപ്പിക്കൂടാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു,
അജയ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതും അജയൻ അർച്ചനയുടെ കഴുത്തിന് നേരെ കത്തി അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ, ഇവളുടെ ജീവൻ വേണോ നിനക്ക്, അതോ ഇവളെ ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് തീർക്കണോ എന്ന് ചോദിച്ചതും ശശി പറഞ്ഞു, അജയ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അജയനോട് അർച്ചനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് അജയന്റെ കാലിന് നേരെ എന്തോ കൊണ്ടതുപോലെ അജയൻ പിന്നിലേക്ക് മറിഞ്ഞു. അജയന്റെ കയ്യിൽ നിന്ന് ആ കത്തിയും താഴേക്ക് വീണതോടെ കൃത്യമായി അജയന്റെ കാലിനെ ഷൂട്ട് ചെയ്ത് എങ്ങനെയാണ് അജയന് ഇത് സംഭവിച്ചെന്നറിയാതെ പിന്തിരിഞ്ഞ് അർച്ചന നോക്കുമ്പോ വാതിക്കൽ നിന്ന് അനൂപിനോടൊപ്പം SP സാറും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും അരികിൽ തന്നെ നിന്നു. അങ്ങനെ ആ പോലീസ് സംഘവും SP കൂടി അവിടേക്ക് എത്തി. അജയൻ വേഗം കാലിലെ വെടികൊണ്ടതിന്റെ വേദനയിൽ നിലത്തേക്ക് വീണതുകൊണ്ട് അജയനെ വേഗം അവിടേക്ക് ഓടിയെത്തി. അജയനെ ഉടനെ തന്നെ അവിടുന്ന് അവർ വേഗം പൊക്കിയെടുക്കുന്നു. അങ്ങനെ ആ പോലീസുകാർ അജയനെ വേഗം അവിടെ നിന്ന് എടുത്തുകൊണ്ട് നേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അജയനെ തന്റെ കയ്യിൽ കിട്ടിയതിന്റെ സന്തോഷത്തിൽ SP സാറ് ഉടനെ തന്നെ അജയന്റെ കർണത്തൊന്നടിച്ചു. നീ അങ്ങനെ ഒളിവിൽ ജീവിക്കാമെന്ന് കരുതിയോടാ? എത്ര കാലം വേണമെങ്കിലും ഒളിവിൽ താമസിച്ച് രക്ഷപ്പെടാന്നാണോടാ നീ കരുതിയത് എന്ന് അജയനോട് ചോദിച്ചുകൊണ്ട് ഇവരെ കൊണ്ടുപോയിക്കോ എന്ന് മറ്റു പോലീസിനോട് അറിയിച്ചു. അതിനുശേഷം അനൂപിന്റെയും അർച്ചനയുടെയും ശശിയുടെ അരികിലേക്ക് എത്തി SP സാറ് പറഞ്ഞു, അതെ, ഇവനെ പിടികൂടാനായിട്ട് നിങ്ങൾ കാട്ടിയ നിങ്ങളുടെ സഹകരണം അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും നിങ്ങൾ കൂടി സ്റ്റേഷനിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് അവരോടുകൂടി വരാനായി അറിയിച്ചു. അനൂപ് അപ്പോഴേക്കും അർച്ചനയെ നോക്കി. അർച്ചന അജയന്റെ ഫോൺ കോൾ വന്ന് അവന്തികയുടെ ഫോണിൽ സംസാരിക്കുന്നു എന്ന തെറ്റിദ്ധാരണയിൽ അവന്തികയാണെന്ന് വിചാരിച്ച് അർച്ചനയോട് അജയൻ പറഞ്ഞതിനെല്ലാം ശേഷം ആ ഫോൺ തിരികെ അവിടെ വെച്ച് കഴിഞ്ഞ് അർച്ചന തിരികെ കിച്ചണിലേക്ക് എത്തിയിട്ട് അനൂപിന്റെ ഫോണിലേക്ക് അർച്ചന വിളിച്ചു. അനൂപേട്ടൻ ഇപ്പൊ എവിടെയാ എന്ന് അനൂപ് പറഞ്ഞു, ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലാണ്. എന്താ മോളെ, മീരെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും വഴി തെളിഞ്ഞോ എന്ന് ചോദിച്ചപ്പോ അനൂപിനോട് അർച്ചന പറഞ്ഞു, അനൂപേട്ട, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് അനൂപേട്ടൻ SP സാറേയും കൂട്ടിക്കൊണ്ട് വരണം എന്നറിയിച്ചു. ശരി മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ അനൂപിന് വേണ്ട നിർദ്ദേശം കൊടുത്ത് അർച്ചന കൃത്യമായി അനൂപിനെയും പോലീസുകാരെയും അവിടെ എത്തിച്ചത് അർച്ചന ഓർമ്മിച്ചു. എന്തായാലും മീര ഇതോടെ രക്ഷപ്പെടുന്നുള്ള ഒരു ആശ്വാസത്തിൽ അനൂപ് അർച്ചനയെ നോക്കി. അപ്പോഴേക്കും അവന്തിക ഇത്രയും നേരമായിട്ടും 5 മിനിറ്റിന് ശേഷം അജയൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും അവൻ വിളിക്കാത്തത് കൊണ്ട് ആകെ ടെൻഷനിലാകുന്നു അവന്തിക. ഇനി അവൻ എന്താ വിളിക്കാത്തതെന്ന് ആലോചിച്ച് അവന്തിക ഉടനെ അജയന്റെ ഫോണിലേക്ക് വിളിച്ചു. അവന്തിക മേഡം എന്ന് എഴുതി ഒരു കോള് തന്റെ ഫോണിലേക്ക്, അതും അജയന്റെ ഫോണിലേക്ക് വരുന്നത് SP സാറ് തന്റെ ടേബിളിൽ വെച്ചിരിക്കുന്ന അജയന്റെ ആ ഫോണിലേക്ക് നോക്കി. അപ്പോഴാണ് അവന്തിക മേഡം എന്ന് പറഞ്ഞ് കോള് വന്നുകൊണ്ടിരിക്കുന്നത്. SP സാറ് കുറച്ചു നേരത്തേക്ക് ആ ഫോൺ എടുത്ത് നോക്കി. അവന്തികയുടെ കോള് കണ്ടതോടെ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന സംശയത്തിൽ അവന്തിക ഇനി വിളിക്കുമോ എന്ന് അറിയുവാനായിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യാതെ SP സാറ് വേഗം ഫോൺ നേരെ ടേബിളിലേക്ക് വെച്ചു. അപ്പോഴേക്കും അവിടേക്ക് അർച്ചനയും അനൂപും മീരയെടുത്തിയും കൂട്ടി എത്തുന്നു. അർച്ചനയും അനൂപും സച്ചിയും മീരയെടുത്തിയുമായി SP സാറിന്റെ മുന്നിലേക്ക് വന്നതോടെ മീരയോട് SP സാറ് പറഞ്ഞു, എന്തായാലും ഇനി മീര ഞങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ സാറേ എന്ന് സച്ചി മീരയെടുത്തി ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ സാറേ എന്ന് SP സാറിനോട് സച്ചി ചോദിച്ചു. അത് കേട്ട ഉടനെ അതിനെന്താ, കൊണ്ടുപോയിക്കോ എന്ന് SP സാർ അവർക്ക് അനുമതി നൽകി. സത്യത്തിൽ മീര നിരപരാധിയാണെന്ന് അറിയാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. എന്തായാലും അജയനെ ഇപ്പൊ പിടികൂടാൻ സാധിച്ചത് കൊണ്ട് മീരയ്ക്ക് ഇവിടെ ചില ദുരനുഭവങ്ങൾ ഉണ്ടായെന്നറിയാം. ഇന്നലെ ചോദ്യം ചെയ്യാനായിട്ട് SI മേഡം കുറച്ച് മീരയെ ബുദ്ധിമുട്ടിച്ചെന്ന് എന്നോട് പറഞ്ഞു. എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കണോ എന്ന് പറഞ്ഞതും മീര പറഞ്ഞു, അതൊന്നും സാരമില്ല. അപ്പോഴേക്കും അനൂപും പറഞ്ഞു, സാരമില്ല സാറേ, അതൊന്നും കുഴപ്പമില്ല. എന്തായാലും മീരയുടെ മേലുണ്ടായിരുന്ന കളങ്കം മാറിയല്ലോ. മീര ഇതിന് കൂട്ടായിരുന്നു എന്ന് ഉള്ള തെറ്റിദ്ധാരണ ഇതോടെ മാറുമല്ലോ സാറേ എന്ന് ചോദിച്ചു. അത് കേട്ടതും SP സാറ് പറഞ്ഞു, എന്തായാലും മീരയെ കുറ്റവാളിയാക്കാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല. പക്ഷെ അറിയാമല്ലോ, ഈ കേസ് അന്വേഷണം മുന്നോട്ട് നീണ്ടുപോയിരുന്നെങ്കിൽ ഒരു പക്ഷേ നിരപരാധിയായ മീര ഒരു കുറ്റക്കാരി എന്ന രീതിയിൽ എന്ന ആ ധാരണയിൽ എല്ലാവരും നോക്കിക്കണ്ടേനെ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ മീര പറഞ്ഞു, അതൊന്നും സാരമില്ല സാറേ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കണം എന്നൊരു വിധി ഉണ്ടായിരുന്നിരിക്കാം. വിധി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആർക്കും മായ്ച്ചു കളയാൻ കഴിയുന്നതല്ലോ സാർ. എനിക്ക് ഒരു ഉപകാരം കൂടി സാർ ചെയ്യണം. ഇവിടുത്തെ നടപടികളൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോകാനുള്ള അനുമതി തരണം സാർ. എന്തോ എനിക്ക് ഈ അന്തരീക്ഷം എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്ക് ഈ അന്തരീക്ഷത്തിൽ ഒട്ടും പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്ന് മീരയെടുത്തി അറിയിച്ചു. അത് കേട്ട ഉടനെ അനൂപിനോട് SP സാറ് പറഞ്ഞു, അനൂപെ മീരയെ കൊണ്ടുപോയിക്കോളൂ എന്ന് അറിയിച്ചതും ശരി സാർ എന്ന് പറഞ്ഞ് അനൂപ് മീരയുമായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും
ശശിയോടും അർച്ചനയോടും എസ് പി സാറ് പറഞ്ഞു, എന്തായാലും അജയനെ പിടികൂടാൻ സഹായിച്ചതിൽ നിങ്ങൾ രണ്ടുപേരുടെയും സഹായം അത് പറയാഞ്ഞ് അറിയിക്കുക അല്ലെങ്കിൽ പറയാതിരിക്കാൻ കഴിയാവുന്നതല്ല. അതിൽ ഏറ്റവും പ്രധാനം അർച്ചനയുടെ ഫ്രണ്ട് ചെയ്ത ഈ ഉപകാരമാണ്. കൃത്യസമയത്ത് അജയൻ എവിടെയുണ്ട് എന്നൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തു തന്നതിൽ. പിന്നെ ശശി എന്തായാലും അജയനോട് ഇങ്ങനെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എന്തിനു ചെയ്തുവെന്ന് ഞങ്ങൾ ഉടനെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ശശി പറഞ്ഞു, സാർ എന്റെ കുടുംബത്തോട് എന്തിനവൻ ഈ ക്രൂരത കാട്ടിയെന്ന് സാർ കൃത്യമായി അവനോട് ചോദിക്കണം എന്ന് അറിയിച്ചു. ശരി, ഞാൻ അതൊക്കെ കൃത്യമായി അന്വേഷിച്ചോളാം. എന്തായാലും അജയൻ ഇത് തനിച്ചാണെന്നും അവൻ നിങ്ങളുടെ കുടുംബത്തോട് വൈരാഗ്യം കാട്ടിയത് എന്ത് കാരണത്താലാണെന്നും ആതിര എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിയാതെ പോയതിന്റെ പേരിൽ അതിന്റെ ശത്രുതയിലാണ് ഇത് ചെയ്തതെന്നൊക്കെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് എത്രത്തോളം വിശ്വാസയോഗ്യമല്ല അവന്റെ ആ മറുപടി. എന്തായാലും കൂടുതൽ അവനെ ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിയൂ എന്ന് എസ് പി സാറ് പറഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ പോകാം എന്ന് പറഞ്ഞ് ശശിയോടും അർച്ചനയോടും പൊയ്ക്കൊള്ളാനായി എസ് പി സാറ് പറയുന്നു. അപ്പോഴേക്കും വീണ്ടും അവന്തികയുടെ ഫോൺ കോൾ അജയന്റെ ഫോണിലേക്ക് എത്തി. ഉടനെ തന്നെ എസ് പി സാറ് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ എന്ന് പറഞ്ഞതും ഉടനെ അവന്തിക ചോദിച്ചു, അജയനല്ലേ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും എസ് പി പറഞ്ഞു, അല്ല, ഞാൻ സ്ഥലം എസ് പി കൃഷ്ണയ്യറാണ് എന്നറിയിച്ചതും അവന്തിക വലറിഞ്ഞെത്തി. എന്നിട്ട് അവന്തിക പറഞ്ഞു, അയ്യോ സാർ, ഞാൻ നെല്ലിശ്ശേരിയിലെ അവന്തികയാണ് എന്നറിയിച്ചതും അതെനിക്ക് മനസ്സിലായി എന്ന് അവന്തികയോട് എസ് പി സാർ അറിയിച്ചു. അല്ല സാർ, അജയൻ അവിടെ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയോ സാർ എന്ന് ചോദിച്ചതും ഇല്ല, ഞങ്ങൾ അവനെ പിടികൂടിയതാണ് എന്നറിയിച്ചു. എന്നാ സാർ ഞാൻ ഫോൺ വെച്ചോട്ടെ എന്ന് അവന്തിക ചോദിച്ചതും ഉടനെ എസ് പി സാറ് പറഞ്ഞു, അതിന് എന്റെ അനുവാദം ചോദിക്കാൻ അവന്തിക എന്റെ ഫോണിലേക്കല്ലല്ലോ വിളിച്ചത് എന്ന് പറഞ്ഞതും എന്തായാലും അവന്തികയെ എനിക്കൊന്ന് കാണണം, അതുകൊണ്ട് അവന്തിക സ്റ്റേഷൻ വരെ ഒന്ന് വരണം, നമുക്ക് മുഖാമുഖം കണ്ട് സംസാരിക്കാം, എന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല സാർ, ഞാൻ വരാം എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു. കോള് കട്ടായതോടെ അവന്തിക വല്ലാത്ത ടെൻഷനിലായി. എസ് പി സാറ് തന്നെ കണ്ടെത്തിയോ? ഇനി അജയൻ താനാണ് ഇതിന് പിന്നിലുള്ള തന്റെ ആ ലക്ഷ്യത്തെക്കുറിച്ചും താനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതിനെ കുറിച്ചുമൊക്കെ അവന്തികയുടെ കൃത്യമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇനി അജയൻ എസ് പിക്ക് മുന്നിൽ വിളമ്പിയിട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക അവന്തികയെ അലട്ടി. എന്തായാലും എസ് പി സാറ് പറഞ്ഞതല്ലേ, പോയേക്കാമെന്ന് തീരുമാനിച്ച് വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനുള്ളിൽ അവന്തിക എത്തിച്ചേർന്നു. എസ് പി സാറിന്റെ ക്യാബിനിലേക്ക് എത്തിയ അവന്തിക എസ് പി സാറിനോട് ചോദിച്ചു, സാർ എന്താ സാർ വരണമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചതും എസ് പി സാറ് പറഞ്ഞു, അതെ, അവന്തിക എന്തിനാ അജയന്റെ ഫോണിലേക്ക് വിളിച്ചത് എന്ന് അന്വേഷിച്ചു. അത് പിന്നെ സാർ, അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തെന്ന് അറിഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ട് മുഖേന അവന്റെ ഫോൺ ഞാൻ കണ്ടെത്തിയതാണ്, അവന്റെ നമ്പര് വാങ്ങിച്ചെടുത്ത് അവനെ വിളിച്ചതാണ്. എന്തിനാണ് അവൻ എന്റെ ഈ കുടുംബത്തോട് ഇങ്ങനെ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി എന്ന് അവന്തിക എസ് പി സാറിനോട് അറിയിച്ചു. അത് കേട്ടതും എസ് പി സാർ ചോദിച്ചു, അല്ല, അവന്റെ ഫോണിൽ അവന്തികയുടെ കോള് വരണമെങ്കിൽ നിങ്ങൾ തമ്മിൽ മുൻ പരിചയം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ എസ് പി സാറിനോട് അവന്തിക പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല സാർ. പിന്നെ അവൻ ആതിരെ വിവാഹം കഴിക്കാനായി ഇരുന്ന ആ സമയത്ത് 1-2 തവണ അവനെ ഞാൻ കണ്ടിട്ടുണ്ട്, അത്രമാത്രം. പിന്നെ ഇപ്പോ നെല്ലിശ്ശേരി കുടുംബത്തോടും വൃന്ദാവനക്കാരോടുള്ള വൈരാഗ്യത്തിന് നെല്ലിശ്ശേരി കുടുംബത്തിലുള്ള ആളുകളോട് പോലും അവൻ ഈ രീതിയിൽ പ്രവർത്തിച്ചത് എന്തിനാണെന്ന് അറിയണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അവന്റെ ഫോണിലേക്ക് വിളിച്ചത് എന്ന് അവന്തിക അറിയിച്ചു. ഇത് കേട്ട ഉടനെ കൃഷ്ണയ്യർ പറഞ്ഞു, അതെ, അവൻ ചോദ്യം ചെയ്യലിനിടയിൽ അവൻ സമ്മതിച്ചു തന്നത് അവൻ തനിച്ചാണ് ഇതെല്ലാം ചെയ്തതെന്നാണ്. വൃന്ദാവനക്കാരോടുള്ള പൂർവ്വ വൈരാഗ്യമാണ് ഇതിന് കാരണമെന്നുമാണ് അവൻ പറഞ്ഞത്. എന്തായാലും അവന്റെ നാവിൽ നിന്ന് തന്നെ അറിയണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഉടനെ വേഗം അജയനെ മറ്റു പോലീസുകാർ അവിടേക്ക് കൊണ്ടുവന്നു. അവന്തികയെ മുന്നിലേ നിർത്തിക്കൊണ്ട് അജയനെ അവിടേക്ക് എത്തിച്ചതും അജയനോട് എസ് പി സാർ ചോദിച്ചു, എടാ, നിന്റെ ഫോണിലേക്ക് എന്തിനാണ് അവന്തിക മേഡം വിളിച്ചത്? നീ എന്തിനാ അവന്തിക മേഡത്തെ വിളിക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ അജയൻ പറഞ്ഞു, അത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അവന്തിക മേഡത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു സാർ എന്നറിയിച്ചു. നീ സത്യമായിട്ട് പറയുന്നതാണ് നിനക്ക് നല്ലത്, ഉള്ള പോലെ പറഞ്ഞില്ല എങ്കിൽ അറിയാവല്ലോ എന്ന് പറഞ്ഞപ്പോ അജയൻ പറഞ്ഞു, സാർ, കഴിഞ്ഞ ദിവസം ഞാൻ മേഡത്തെ വിളിച്ചിരുന്നു. എന്നെ പിടികൂടുമെന്നും ഞാനാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും വഴിയൊരുക്കി തരണമെന്ന് പറയാനും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആരുടെയെങ്കിലും ജീവൻ ഞാൻ എടുക്കുമെന്ന് അവന്തിക മേഡത്തെ ഭീഷണിപ്പെടുത്താനായിരുന്നു ഞാൻ വിളിച്ചതെന്ന് അജയൻ അറിയിച്ചു. അതെല്ലാം കേട്ട് തൽക്കാലം ആശ്വാസത്തിൽ നിന്നോണം അവന്തിക താൻ രക്ഷപ്പെട്ടതിന്റെ സമാധാനത്തിൽ അങ്ങ് നിൽക്കുമ്പോ എസ് പി സാറ് ചോദിച്ചു, അല്ല, നീ അങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണെങ്കിൽ നിന്റെ ഫോണിൽ എന്തിനാ അവന്തികയുടെ പേര് അവന്തിക മേഡെന്ന് സേവ് ചെയ്തിരിക്കുന്നത് എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും അവന്തിക ആകെ ടെൻഷനിലായി. ഉടനെ തന്നെ അജയൻ പറഞ്ഞു, അത് പിന്നെ സാർ,
ഞാൻ അവന്തിക മേഡത്തിന്റെ ഫോൺ നമ്പർ എടുത്തത് എന്റെ ഒരു സുഹൃത്ത് വഴിയാണ്. മേഡത്തിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആ നമ്പർ വാങ്ങിച്ചത്. അവൻ സേവ് ചെയ്തിരുന്നത് അവന്തിക മേഡം എന്നായിരുന്നു. അതുകൊണ്ടാണ് എന്റെ ഫോണിലും അങ്ങനെ സേവ് ചെയ്ത് വന്നത് എന്നറിയിച്ചതും കൃഷ്ണയ്യർ പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ സത്യമാണോടാ? നീ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു പൊരുത്തക്കേടുള്ളതുപോലെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും സത്യമല്ല എന്ന് തെളിഞ്ഞാൽ ഇതായിരിക്കില്ല നിനക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞ് തൽക്കാലം നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അജയനെ പോലീസുകാരോട് കൊണ്ടുപോയിക്കൊള്ളാനായി അറിയിച്ചു. അജയൻ പോയതിനു ശേഷം അവന്തികയോട് SP സാറ് ചോദിച്ചു, അവന്തിക, അജയൻ വിളിച്ച് അവന്തികയെ ഭീഷണിപ്പെടുത്തിയെങ്കിൽ എന്തുകൊണ്ട് ആ വിവരം പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെട്ടില്ല? അങ്ങനെ ഒരു ഭീഷണി ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ ആദ്യം അത് പോലീസിനെ വിവരം അറിയിക്കണമെന്നത് അവന്തിക്ക് അറിയില്ലേ എന്ന് SP സാർ ചോദിച്ചതും അവന്തിക പറഞ്ഞു, അത് പിന്നെ സാർ, ഞാൻ അങ്ങനെ ചെയ്യാൻ മടി കാട്ടിയത് വേറൊന്നും കൊണ്ടല്ല സാർ. അവന് എന്തെങ്കിലും ശത്രുത ഉണ്ടായാലോ, അത് മാത്രമല്ല അവന്റെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി, അതുകൊണ്ടാണ് സാർ എന്ന് പറഞ്ഞത്. SP സാർ പറഞ്ഞു, ശരി, തൽക്കാലം പൊയ്ക്കോ, ഇനി എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ വന്നാൽ മതി എന്ന് പറഞ്ഞതും അവന്തിക താങ്ക് യു സർ എന്ന് പറഞ്ഞ് തൽക്കാലം SP സാറിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ അവന്തിക അവിടെ നിന്ന് മടങ്ങുന്നു.